നമസ്കാരം. നമ്മൾ സാക്ഷി ടി വിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു കുഞ്ഞു കലാകാരനും കുരിയോട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ മേൽശാന്തിയുടെ മകനുമായ ഇവിടുത്തെ ഒരു കീഴ്ശാന്തിക്കാരനും കൂടിയായ മുരുക്കോൺ UPSലെ 7ാം സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥിയായ ദേവനാരായണനെയാണ്. അനേകം കലോത്സവ വേദികളിൽ നിറസാന്നിധ്യമായിരുന്ന ഒരുപാട് പ്രൈസുകളൊക്കെ മേടിച്ച നമ്മുടെ ആ കുഞ്ഞു കലാകാരനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ദേവനാരായണൻ എവിടെയാണ് പഠിച്ചത്? ഈ വേദങ്ങളും കാര്യങ്ങളൊക്കെ പഠിച്ചത് എവിടെയാണ്? കോട്ടയം ചിങ്ങവനം ശ്രീപദം തന്ത്രവിദ്യാപീഠം. അവിടെ പഠിച്ചു. ഇതെല്ലാം മറ്റ് പൂജാകാദി കാര്യങ്ങളെല്ലാം അവിടെയെല്ലാം പഠിച്ചു. ഏതെല്ലാം ഐറ്റത്തിനാണ് പ്രൈസ് മേടിച്ചിട്ടുള്ളത്? എനിക്ക് ജില്ലാ കലോത്സവത്തിൽ പദ്യപാരായണം ഫസ്റ്റ് A ഗ്രേഡും ഗാനാലാപനം സെക്കൻഡ് A ഗ്രേഡും. അപ്പോൾ ഈ പൂജാകാര്യങ്ങളിൽ ഉള്ള പ്രചോദനം എങ്ങനെയാണ് ഉണ്ടായത്? അച്ഛൻ ചെയ്യുന്ന കണ്ടിട്ട് അങ്ങനെ. അപ്പം നമുക്ക് ഈ ബാക്കിയുള്ള ഏതൊക്കെ വേദികളിലാണ് പങ്കെടുത്തിട്ടുള്ളത്? ഞാൻ സ്കൂളിൽ കഴിഞ്ഞിട്ട് നേരെ ജില്ലാ കലോത്സവം അങ്ങനെ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ചെയ്യുന്ന ഇപ്പം ഏതൊക്കെ ഐറ്റമാണ് ഇപ്പം ചെയ്യുന്നത്? ലളിതഗാനം, പദ്യപാരായണം, പിന്നൊന്നുമില്ല. അപ്പം ദേവനാരായണ നമുക്ക് തുടങ്ങാം. ആദ്യം ഏത് പാട്ടാണ് പാടുന്നത്? ലളിതഗാനം. ശരി, ഓക്കെ. പ്രകൃതി എത്ര മനോഹരം ശാന്തം എൻ ജന്മനാടിൻ സുഹൃതമെൻ ഹൃദി പുലകമേ ഗപ ഗപനി പസാനി പനിരിസ ഗരിസ നിരിസ നിപദ പഗരി സരി ഗപനിസ നീ നിഗരിനി പാഗരി നിഗരിസ വിവിധ വർണ്ണ പൊലിമ നിറയും ദളപുടം നീട്ടി നിരയായി നിരന്നു പുലരിയെ വരവേൽക്കുവാൻ പൂക്കൾ സൗഗന്ധിക പൂക്കൾ സാനിദ പമഗ സഗമപ പമഗമ പദനി ധനി പദനി സരിഗമഗരിസ കല കല സുന കേളിയോലും കിളികുലം കുസുമം നിരയായി നിരന്നു പുലരിയെ വരവേൽക്കുവാൻ പൂക്കൾ സൗഗന്ധിക പൂക്കൾ സാനിദ പമഗ സാനിദ നിഗമപ സരിഗപ മഗമ പദനി ധനി പദനി സരിഗമഗരിസ കല കല സുന കേളിയോലും കിളികുലം കുസുമം നിരയായി നിരന്നു പുലരിയെ വരവേൽക്കുവാൻ പൂക്കൾ സൗഗന്ധിക പൂക്കൾ. സദസ്യേഭ്യോ മമ വിനീത പ്രണവാഹ. ശ്രീ വേദവ്യാസ വിരചിതാത് ശ്രീമദ് ഭാഗവത ഉദ്ധതം ബ്രഹ്മസ്തുതിം അഹമത്ര ആലവാമി. ജ്ഞാതോസി മേദ്യ സുചിരാന്നനു ദേഹഭാജാ ന ജ്ഞായതേ ഭഗവതോ ഗതിരിദ്യവദ്യം നാന്യത്വദസ്തി ഭഗവന്നപി തന്ന ശുദ്ധം മായാ ഗുണവ്യധികരാത് യദുരുർവിഭാസി രൂപം മെതേ തദവബോധ രസോദയേന ശശ്വന്നിവൃത്തതമസത് സദനുഗ്രഹായ ഹാദൗ ഗൃഹീതമവതാര ശതൈക ബീജം എന്നാപി പത്മഭവനാത് അഹമാവിരാസം നാദഃ പരം ഗ്രഹിണഹേഹ സുഹൃന്നിമിത്തം ശോക സ്പൃഹ പരിഭവോ വിപുലശ്ച ലോഭ താവന്മേദ്യസദവഗ്രഹാതി മൂലം യാവർണതേ രമഭയം പ്രവൃണീതലോക ദൈവേന ദേ കഥദിയോ ഭവത പ്രസംഗാത് സർവശുഭോപശമനാത് വിമുഖേന്ദ്രിയായ
വന്ദി കാമസുഖലേശ്വരമായ ദീന ലോഭാവിഭൂതമനസോ അകുശലാദിശാശ്വത് ക്ഷുത്രധാതുഭിരിമാം മുകുരദ്യമാന ശീതോഷ്ണവാതവർഷൈരിതരേതരാച കാമാഗ്നിനാ അച്യുതാ ദുശാച സുദുർഭരേണ സംപശ്യതോ മനഭുരുക്രമ ശീതദേ മേ സംപശ്യതോ മനഭുരുക്രമ ശീതദേ മേ. ദേവനാരായണ, നമ്മുടെ അടുത്ത ഇതെന്താണ് ചെയ്യുന്നത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അടുത്തത്? മലയാളം പദ്യപാരായണം. ഓക്കെ, തുടങ്ങിക്കോളൂ. നമസ്കാരം. മുരുകൻ കാട്ടാക്കട എഴുതിയ ഒരു പൂവിന്റെ പാട്ട് എന്ന കവിതയിലെ ഏതാനും വരികളാണ് ഞാൻ ഇവിടെ പാരായണം ചെയ്യാൻ പോകുന്നത്. അമ്മയാം പ്രകൃതി മൊഴിഞ്ഞുള്ള താമൊരു അൻപിയരുന്ന വാക്കാണു ഞാൻ. നീലമേലാപ്പിൽ നിന്നെപ്പോഴോ ഞെട്ടച്ചു ഭൂമിതൻ പച്ച വിരിപ്പിൽ തിളങ്ങി ഞാൻ. അമ്മയാ പ്രകൃതി മൊഴിഞ്ഞുള്ളതാമൊരു അൻപിയരുന്ന വാക്കാണു ഞാൻ. ശിശിരത്തിനുദരത്തിൽ ജന്മമെടുത്തു ഞാൻ വസന്തർത്തുവിൽ ജാതയായി. ഗ്രീഷ്മം മടിയിലിട്ടെന്നെ വളർത്തി ശരത്കാല ശയ്യയിൽ ഞാൻ വളർന്നു. വെളിച്ചം വരുന്നു, വെളിച്ചം വരുന്നു വിളിച്ചു പറഞ്ഞു ഞാൻ വിഭാരത്തിൻ കാറ്റിൻ ചിറകിൽ. ഇരുളാർന്ന പകലിന്നു വിട ചെല്ലും പക്ഷികൾ കുപ്പമൻ കരളും കരഞ്ഞു പോകും. ഇലച്ചാർത്തണിയിപ്പൂ ഭൂതലം ഞാനത് സൗരഭ്യമേറ്റുന്നു നിർഭരം. അവസാനമായി ലളിതാ സഹസ്രനാമത്തിലെ ധ്യാനമാണ് ഞാൻ ഇവിടെ ചൊല്ലാൻ പോകുന്നത്. ഓം സിന്ദൂരാരുണ വിഗ്രഹ ഹൃദയനാം മാണിക്യമൗലീ സ്ഫുരത് താരാ നായകശേഖര സ്മിതമുഖീ ആപീനവക്ഷോർഹാം പാണിഭ്യാം ഹരിപൂർണരത്നചഷദം രക്തോത്ഫലം വിഭ്രതി സൗമ്യാം രത്നകടസ്ഥരക്തചരണാം ധ്യായേ പരാമംബികാം. അപ്പോൾ ദേവനാരായണ സാക്ഷിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയും നല്ലൊരു കലാവിരുന്ന് സമ്മാനിച്ച ദേവനാരായണന് ഞങ്ങളുടെ പേരിലും സാക്ഷി ടി വിയുടെ പേരിലും ഞങ്ങളുടെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു.